MA സോഷ്യോളജിയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം എന്താണ്? ഓർഗാനിസ്മിക് അനലോജി ഹെർബർട്ട് സ്പെൻസർ എപ്രകാരമാണ് വിശകലനം ചെയ്തത്? അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. കമൻറ്റ് ഓൺ ദ ഓർഗാനിസ്മിക് അനലോജി ഇൻ ദ സോഷ്യോളജി ഓഫ് ഹെർബർട്ട് സ്പെൻസർ. ദി social thought of Herbert Spencer was heavily influenced by biology. നമ്മൾ ഒരു കാര്യം നിരീക്ഷിക്കുമ്പോൾ രസകരമാണ്, ഹെർബർട്ട് സ്പെൻസറുടെ സാമൂഹ്യ ചിന്ത ബയോളജി അഥവാ ജീവശാസ്ത്രവുമായിട്ട് വല്ലാതെ സ്വാധീനിക്കപ്പെട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം. ഹി ഹാഡ് sought assistance of one or the other biological principle in setting up and explaining his social principles. തൻ്റെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഒരിടത്തു നിന്ന് അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് അദ്ദേഹം ബയോളജിയിലെ സിദ്ധാന്തങ്ങളെ കടമെടുത്തിട്ടുണ്ട്. സോഷ്യൽ ഡാർവിനിസം പോലും ഓർക്കുക, ചാൾസ് ഡാർവിൻ്റെ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന തിയറി, ജീവപരിണാമം എന്ന തിയറി എടുത്തിട്ടാണ് സമൂഹത്തിനും ഇങ്ങനെ തന്നെയാണ് സമൂഹവും പരിണമിച്ചുണ്ടായത് എന്ന് പറയുന്ന ആശയം അദ്ദേഹം പറയുകയുണ്ടായി. In order to explain social structure, he employed the analogy of a living organism. ഇനി സാമൂഹ്യ ഘടന, സൊസൈറ്റി ഒരു ജീവിയുടെ ശരീരം പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ശരീരഘടന പോലെ തന്നെയാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. സമൂഹത്തിൽ ഭരണകൂടമുണ്ട്, സ്കൂളുകളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുണ്ട്, സമൂഹത്തിൽ മതസ്ഥാപനങ്ങളുണ്ട്. ഇവയെല്ലാം സമൂഹത്തിൻ്റെ അവയവങ്ങളാണ്, സമൂഹ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന ചിന്ത. The theory which tries to understand and explain in the social structure on the analogy of a human organism, ഒരു മനുഷ്യ ശരീരത്തോട് ഉപമിക്കുകയാണ്. ഈ സാമൂഹ്യ ഘടനയെ, ഈ രീതിയെ പറയുന്ന പേരാണ് ഓർഗാനിസ്മിക് തിയറി ഓഫ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ഓർഗാനിസ്മിക് തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, മനുഷ്യ ശരീരഘടനയോട് അതിൻ്റെ വിവിധ അവയവങ്ങൾ ഏകോപിതമായി പ്രവർത്തിക്കുന്ന ഒരു സുസജ്ജമായ ഒരു സിസ്റ്റമാണ് മനുഷ്യ ശരീരം. അതിനോട് ഉപമിക്കുകയാണ് സാമൂഹ്യ ഘടനയെ, സമൂഹ ശരീരത്തെ. ഇതാണ് ഹെർബർട്ട് സ്പെൻസറുടെ മറ്റൊരു മഹത്തായ ചിന്ത. ബയോളജിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനമാണിത്. ഓർഗാനിസ്മിക് തിയറി ഓഫ് സൊസൈറ്റി എന്താണ്? ഹെർബർട്ട് സ്പെൻസർ ബിലീവ്ഡ് ദാറ്റ് ദ സോഷ്യൽ സ്ട്രക്ചർ ഈസ് എ ലിവിങ് ഓർഗാനിസം. സാമൂഹ്യ ഘടന ഒരു ലിവിങ് ഓർഗാനിസം പോലെയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമുക്കറിയാം സമൂഹത്തിന് ജീവനില്ല എന്ന് നമുക്കറിയാം, പക്ഷേ സാമൂഹ്യ ഘടന ഒരു ലിവിങ് ഓർഗാനിസം പോലെയാണ് എന്ന് ചിന്തിക്കുന്നതിൽ താരതമ്യത്തിനും പഠനത്തിൻ്റെ അനായാസതയ്ക്കും വേണ്ടിയിട്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്സ് വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. വേർതിരിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന വിവിധ പാർട്സ് കൊണ്ടാണ് അതുണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ബട്ട് വിച്ച് കനോട്ട് സർവൈവ് ഓർ എക്സിസ്റ്റ് എക്സെപ്റ്റ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് സൊസൈറ്റി. അതിന് സമൂഹത്തിൻ്റെ ഫ്രെയിംവർക്കിനുള്ളിലല്ല നിന്നുകൊണ്ടല്ലാതെ അതിജീവിക്കാൻ സാധിക്കില്ല. സ്പെൻസർ വാണ്ടഡ് ടു എക്സ്പ്ലെയിൻ ക്ലിയർലി ദ നേച്ചർ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹ്യ ഘടനയുടെ പ്രകൃതം എന്താണെന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നതിന് സ്പെൻസർ താല്പര്യപ്പെട്ടു. ബൈ ദ ഹെൽപ്പ് ഓഫ് ഹിസ് തിയറി, അദ്ദേഹത്തിൻ്റെ ഈ ഓർഗാനിസ്മിക് തിയറി ഉപയോഗിച്ച്, ഓർഗാനിസ്മിക് തിയറി ഓഫ് സൊസൈറ്റി ഉപയോഗിച്ച് അത് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. Though in line with his theory, Spencer considered society to be an individual writ large. അദ്ദേഹം പരിഗണിക്കുന്നത് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ. ഹി ഡസ് നോട്ട് ലെറ്റ് ദ ഇൻഡിവിജ്വൽസ് ലൂസ് ദെയർ ഐഡൻറ്റിറ്റി ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ഓരോ ഇൻഡിവിജ്വൽസിനും അവനവൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. സമൂഹം ഒറ്റക്കെട്ടായ ശരീരമായി പോകുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും മുഖം നഷ്ടപ്പെടുന്നതിനോട്, ആ കാഴ്ചപ്പാടിനോട് സ്പെൻസർ യോജിക്കുന്നില്ല. ഇൻഡീഡ് ഹീ ഈസ് ആൻ ഇൻഡിവിജ്വലിസ്റ്റ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിവാദിയാണ് ഹെർബർട്ട് സ്പെൻസർ. ആൻഡ് ഈസ് എ ഫേം അഡ്വക്കേറ്റ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. വ്യക്തിയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന ഒരു ലിബറൽ ചിന്താഗതിക്കാരൻ തന്നെയാണ്. കാരണം ഇംഗ്ലണ്ടിലാണല്ലോ ഹെർബർട്ട് സ്പെൻസറുടെ നാട്. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയത്തിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ യൂറോപ്യൻ രാജ്യമാണല്ലോ ഇംഗ്ലണ്ട്. ഹി ഓൺലി ട്രൈഡ് ടു പോയിൻ്റ് ഔട്ട് സർട്ടൺ സ്ട്രൈക്കിംഗ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ലിവിങ് ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. ഒരു വ്യക്തിയായ ജീവിയും അവൻ ജീവിക്കുന്ന സമൂഹ ശരീരവും തമ്മിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സ്ട്രൈക്കിംഗ് ആയ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് ഇവിടെ
ഹെർബർട്ട് സ്പെൻസർ. അതായത് ഇൻഡിവിജ്വൽസ് മേ ബി റിഗാർഡഡ് ആസ് മൈക്രോകോസ്മിക് സൊസൈറ്റി ആൻഡ് ഒരു ഇൻഡിവിജ്വൽ പോലും മൈക്രോകോസ്മിക് സൊസൈറ്റിയാണ്. അതായത് സമൂഹ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ്, മിനിയേച്ചറാണ് ഒരു വ്യക്തി പോലും എന്ന് പറയുന്ന രീതിയിലാണ്. ആൻഡ് സൊസൈറ്റി ആസ് മാക്രോകോസ്മിക് ഇൻഡിവിജ്വൽ. എന്നാൽ സമൂഹമാവട്ടെ ആ ഇൻഡിവിജ്വൽ എന്ന വ്യക്തി എന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു വിപുലമായ പ്രകടന രൂപമാണ് സമൂഹം എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ ഹെർബർട്ട് സ്പെൻസർ. ഇൻ ഡ്രോയിങ് അനലോജി ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള കണക്ഷൻ, അവയെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ബന്ധം കണ്ടെത്തുന്നതിൽ വരച്ചു കാണിക്കുന്നതിലും സ്പെൻസർ ഹാസ് ഡ്രോൺ അപ്പ് ആൻ എക്സോസ്റ്റീവ് ലിസ്റ്റ് ഓഫ് സിമിലാരിറ്റീസ്. സാമ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സ്പെൻസർ വരച്ച് കാണിക്കുന്നുണ്ട്. ആൻഡ് ഡിസിമിലാരിറ്റീസ്, അതുപോലെ തന്നെ വ്യത്യാസങ്ങളുടെയും ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിൽ കുറേ കാര്യങ്ങളിൽ സാമ്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. അതായത് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജീവിയാണ്, ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവമാണ്. അപ്പോൾ ഓർഗനുകൾ ചേർന്നതാണല്ലോ ഓർഗാനിസം, അതായത് അവയവങ്ങൾ ചേർന്നതാണല്ലോ ജീവി. അതുപോലെ തന്നെ ആ ജീവിയും സമൂഹവും എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ ബോത്ത് ആർ ഡിഫറെൻറ്റ് ഫ്രം ഇൻആനിമേറ്റഡ് ബോഡീസ്. ഈ സമൂഹത്തിനും ജീവനില്ല, ഈ ഓർഗാനിസത്തിനും ജീവനില്ല, ഇൻആനിമേറ്റ് ആണ്. ഇൻആനിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻആനിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത എന്നാണ് അർത്ഥം. ഉണ്ടോ? എങ്ങനെയാണ്? മനുഷ്യൻ്റെ കാര്യത്തിൽ ജീവനുണ്ട്, പക്ഷേ എങ്ങനെയാണെന്നാണ് പറയുന്നത്? രണ്ടും ഇൻആനിമേറ്റ് ബോഡീസാണ്. എന്തൊക്കെയാണ്? ഓർഗാനിസം ആൻഡ് സൊസൈറ്റി എന്ന് പറയാം. ഇപ്പോൾ ബോത്ത് ആർ ഡിഫറെൻറ്റ് ഫ്രം ഇൻആനിമേറ്റ് തിങ്സ്. അതായത് സമൂഹത്തിന് ജീവനില്ല, മനുഷ്യന് ജീവനില്ല എന്നല്ല, മനുഷ്യന് ജീവനുണ്ട്, പക്ഷേ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവയെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് ജീവനില്ല എന്നല്ല പറയുന്നത്. അതായത് കല്ല്, മണ്ണ്, മരം, ഇതൊക്കെയാണല്ലോ ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ്. നോൺ ലിവിങ് തിങ്സിൽ നിന്നും വ്യത്യസ്തമാണ് മനുഷ്യനും അതേപോലെ തന്നെ സമൂഹവും. വാസ്തവത്തിൽ സമൂഹത്തിന് ജീവനില്ലെന്ന് നമുക്കറിയാമെങ്കിൽ തന്നെയും സമൂഹം ചലിക്കുന്നു, പ്രവർത്തിക്കുന്നു, വളരുന്നു എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ സമൂഹം ജീവനുള്ള ഒന്നായിട്ടാണ് ഹെർബർട്ട് സ്പെൻസർ അതിനെ കാണുന്നത്. അതുകൊണ്ട് ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് നിന്നും വ്യത്യസ്തമാണ് ഒരു ജീവിയും, മനുഷ്യജീവിയും അതെ, ഒരു സമൂഹവും അതെ എന്നാണ് ഹെർബർട്ട് സ്പെൻസർ നോക്കിക്കാണുന്നത്. ദ ഫസ്റ്റ് സിമിലാരിറ്റി ബിറ്റ്വീൻ എ ലിവിങ് ഓർഗാനിസം ആൻഡ് സൊസൈറ്റി, ഒരു ലിവിങ് ഓർഗാനിസവും സമൂഹവും തമ്മിലുള്ള ആദ്യത്തെ സാമ്യം എന്ന് പറയുന്നത് ഈസ് ദർ ഡിഫറൻസ് ഫ്രം ഇൻആനിമേറ്റ് ബോഡീസ്. അതായത് കല്ലും മണ്ണും പാറയും മരവും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു ജീവിയും അതെ, സമൂഹവും അതെ. നൺ ഓഫ് ദം ഈസ് ഇൻആനിമേറ്റ്. സമൂഹവും ഇൻആനിമേറ്റ് അല്ല, അഥവാ ജീവനില്ലാത്തതല്ല. അതുപോലെ തന്നെ മനുഷ്യ ശരീരവും ജീവനില്ലാത്തതല്ല. അതിനൊക്കെ വളർച്ചയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ചലനവും എല്ലാം ഉണ്ട് എന്ന് പറയുന്നു. ഇൻആനിമേറ്റ് ദർ ഈസ് നോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നോക്കൂ, ഇൻആനിമേറ്റ് ആയിട്ടുള്ള, അതായത് അജീവ വസ്തുക്കളിൽ വളർച്ചയുണ്ടാകില്ല, വികാസമുണ്ടാവില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, പക്ഷേ നേരെ മറിച്ചോ, ദർ ഇസ് എ കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ബോത്ത് സൊസൈറ്റി ആൻഡ് ലിവിങ് ഓർഗാനിസം. സമൂഹത്തിലും ലിവിങ് ഓർഗാനിസത്തിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ട് എന്ന് പറയാം. ദസ് അങ്ങനെ ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ കോമൺ ഡിഫറൻസ് ഫ്രം ദ ഇൻആനിമേറ്റ് ബോഡീസ്, ഇൻആനിമേറ്റ് ബോഡീസിൽ കോമൺ ഡിഫറൻസ് ഉള്ളതിനാൽ സൊസൈറ്റി ആൻഡ് ലിവിങ് ഓർഗാനിസം മേ ബി റിഗാർഡഡ് ടു ബി സിമിലർ. സമൂഹവും ലിവിങ് ഓർഗാനിസവും സാമ്യമുള്ളതായിട്ട് കണക്കാക്കാം. ഇൻ ബോത്ത് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ചേഞ്ച് ഇൻ സ്ട്രക്ചർ. നോക്കൂ, ജീവിയാണെങ്കിലും അതിൻ്റെ ശരീരവലിപ്പം വളരുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഘടനയിലും മാറ്റം വരുന്നുണ്ട്. സമൂഹം അങ്ങനെ തന്നെയാണ്, വളരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിന് മാറ്റം വരുന്നുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നുണ്ട്. ദി സെക്കൻഡ് സിമിലാരിറ്റി ഇൻ സൊസൈറ്റി ആൻഡ് ലിവിങ് ഓർഗാനിസം ഈസ് ദാറ്റ് the increase of quantity in both which ultimately leads to change in their structure. അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ, അതിൻ്റെ ആകമാന അളവിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയിലും സ്ട്രക്ചറിലും മാറ്റം ഉണ്ടാകുന്നു. അക്കോർഡിംഗ് ടു സ്പെൻസറുടെ അഭിപ്രായത്തിൽ there is increase in the quantity of living organism, then there is change in its structure. അതായത് അതിൻ്റെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ, ജീവിയുടെ
ശരീര വലിപ്പത്തിൻ്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിൻ്റെ ഘടനയിലും മാറ്റങ്ങൾ വരുന്നു എന്നർത്ഥം. ദ പ്രിമിറ്റീവ് ലിവിങ് ഓർഗാനിസം ഈസ് എ യൂണിസെല്ലുലാർ ക്രീച്ചർ. നോക്കൂ, ജീവനുണ്ടായ ആദ്യത്തെ ജീവി എന്താണ്? ഒരു കോശമാണ്, ഒരു സൂക്ഷ്മകോശം എന്ന് പറയാം. അപ്പോൾ അത് ഒരു യൂണിസെല്ലുലാർ ക്രീച്ചറാണ്. പക്ഷേ വിത്ത് ഇൻക്രീസ് ഇൻ ദ സെൽസ് ഡിഫറൻഷിയേഷൻ ഓഫ് ഓർഗൻ റിസൾട്ട്സ്. പക്ഷേ എന്ത് ചെയ്യാം, അതിൻ്റെ സെല്ലിൻ്റെ കാര്യത്തിൽ സെൽ ഡിഫറൻഷിയേഷൻ്റെ കാര്യം ഭാവിയിലേക്ക് അത് വ്യത്യാസപ്പെടുന്നുണ്ട് വളരുമ്പോൾ, അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ. അറ്റ് ഹയർ ലെവൽസ് ഓഫ് ഇവല്യൂഷൻ, പരിണാമത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ബോഡി ബിക്കംസ് ക്വൈറ്റ് കോംപ്ലക്സ്. ശരീരത്തിൻ്റെ ഘടന വളരെ സങ്കീർണമാകുന്നുണ്ടെന്ന് പറയാം. സിമിലർ ഈസ് ദ കേസ് വിത്ത് സൊസൈറ്റി. അതുപോലെ തന്നെയാണ് സമൂഹവും. ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സമൂഹമായിരുന്നു, കൊച്ചു സമൂഹമായിരുന്നു. അതുപോലെ തന്നെ ഇൻ ദ ബിഗിനിങ് ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ഈസ് വെരി സിമ്പിൾ. സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പ്രത്യേകം സ്പെഷ്യലിസ്റ്റുകളായ ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അറ്റ് ദിസ് ലെവൽ ഈച്ച് ഇൻഡിവിജ്വൽ ഡസ് ഓൾ ദ വർക്ക്സ്. ഓരോ വ്യക്തിയും അവൻ്റെ കാര്യത്തിനുള്ള ഭക്ഷണ തേടലായാലും അവൻ്റെ വസ്ത്രം ഉണ്ടാക്കുന്നതായാലും എല്ലാം അവൻ സ്വയം ചെയ്യുകയായിരുന്നു, ബൈ ഹിംസെൽഫ്. ആൻഡ് ദർ ഇസ് നോ ഡിഫറൻഷിയേഷൻ ഓഫ് ഫങ്ഷൻസ്. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് സമൂഹത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു കൂട്ടരുണ്ട്, വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേറെ കൂട്ടരുണ്ട്, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾക്ക് എല്ലാത്തിനും വിവിധങ്ങളായ ആളുകളെ ഏൽപ്പിച്ചിരിക്കാൻ. ഈച്ച് മാൻ, അന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും സ്വയം ഒരു കരകൗശല പണിക്കാരനായിരുന്നു, വേട്ടക്കാരനായിരുന്നു, ശില്പിയായിരുന്നു, എല്ലാമായിരുന്നു. ഈച്ച് മാൻ ഹിംസെൽഫ് വാസ് എ ക്രാഫ്റ്റ്സ്മാൻ, ഹണ്ടർ, സ്കൾപ്ചർ എക്സെട്ര. ബട്ട് വിത്ത് ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ ദ സൊസൈറ്റി, പക്ഷേ സമൂഹത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ബിക്കംസ് മോർ ആൻഡ് മോർ കോംപ്ലക്സ്. സമൂഹത്തിൻ്റെ ഘടന കൂടുതൽ സങ്കീർണമായി. ആൻഡ് ദർ ഇസ് ഇൻക്രീസിങ് ഡിഫറൻഷിയേഷൻ ഓഫ് ഫങ്ഷൻസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ വിവിധങ്ങളായ ഫങ്ഷനുകളുടെ കാര്യത്തിൽ ഇൻക്രീസിങ് ഡിഫറൻഷിയേഷൻ ഉണ്ടായി എന്ന് പറയാം. ലൈക്ക് ദ ഓർഗൻസ് ഓഫ് ദ ബോഡി, ദ ഫങ്ഷൻസ് ഇൻ ദ സൊസൈറ്റി ബിക്കെയിം സ്പെഷ്യലൈസ്ഡ്. ശരീരത്തിലെ അവയവങ്ങൾ പോലെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഫങ്ഷൻസും സ്പെഷ്യലൈസ്ഡ് ആയി. ഇൻ ബോത്ത് ചേഞ്ച് ഇൻ സ്ട്രക്ചർ ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഫങ്ഷൻസ്. സ്ട്രക്ചറിലുണ്ടാകുന്ന ചേഞ്ച് രണ്ടിലും, ഇൻ ബോത്ത്, അതായത് സൊസൈറ്റിയിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ ബോത്തെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന രണ്ടിലുമാണ് അല്ലേ, ഇൻ സൊസൈറ്റി ആൻഡ് ഓർഗാനിസം. സമൂഹത്തിലും ഓർഗാനിസത്തിലും ചേഞ്ച് ഇൻ സ്ട്രക്ചർ ലീഡ്സ് ടു ചേഞ്ച് ഇൻ സ്ട്രക്ചർ. ഘടനയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് അൾട്ടിമേറ്റായിട്ട് എന്തിലേക്ക് നയിക്കുന്നു? ഇറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഫങ്ഷൻസ്. ഘടനയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പ്രവർത്തനത്തിലുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നു. വിത്ത് ദ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓർഗൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ദർ റിസൾട്ട്സ് എ ചേഞ്ച് ഇൻ ദർ ഫങ്ഷൻ. അത് ജീവികളുടെ കാര്യത്തിലായാലും ശരി, സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, സമൂഹത്തിലെ കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ശരി, അവിടെ മാറ്റമുണ്ടാകുമ്പോൾ അവയുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു. ശരീരത്തിലെ അവയവങ്ങൾ, ഒരു കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ അവയവങ്ങളുടെ വളർച്ചയും വലിപ്പവും പ്രവർത്തന രീതിയും ഒക്കെ മാറ്റപ്പെടുന്നില്ലേ? തീർച്ചയായും അതിനനുസരിച്ച് ആ കുട്ടിയുടെ പ്രവർത്തനത്തിലും ചിന്താഗതിയിലും ഒക്കെ മാറ്റം ഉണ്ടാകുന്നു. ഹോർമോണുകളുടെ സെക്രേഷൻ വ്യത്യാസപ്പെടുന്നില്ലേ? അതിനനുസരിച്ച് ചിന്താഗതികളിൽ മാറ്റം ഉണ്ടാകുന്നു. ദ ഫങ്ഷൻസ് ബിക്കം മോർ ആൻഡ് മോർ സ്പെഷ്യലൈസ്ഡ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകുന്നു. ദിസ് അപ്ലൈസ് ടു ദ ബോഡി ഓഫ് എ ലിവിങ് ക്രീച്ചർ. ഇത് ഒരു ജീവിയുടെ ശരീരത്തിന് ബാധകമാണ്. വിത്ത് ദ ചേഞ്ചസ് ഇൻ സ്ട്രക്ചർ ഓഫ് ഓർഗൻസ്, ശരീരത്തിൻ്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് ദർ ഇസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫങ്ഷൻസ്, അതിൻ്റെ പ്രവർത്തനങ്ങളിലും മാറ്റം ഉണ്ടാകുന്നു. ഇൻ ബോത്ത് ദർ ഈസ് differentiation as well as harmony of organs. രണ്ടിലും വ്യത്യാസങ്ങളുമുണ്ട്, സമതാളതവുമുണ്ട്, സമന്വയവുമുണ്ട്, ഏകോപനവുമുണ്ട്. സമൂഹ ശരീരവും അഥവാ സമൂഹവും സൊസൈറ്റിയും ഏകോപനവും വ്യത്യാസവും കൊണ്ട് നടക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലും തീർച്ചയായിട്ടും പല അവയവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ഇവ തമ്മിൽ ഒരു ഒത്തൊരുമയോടെ പ്രവർത്തിക്കലുമുണ്ട്. While it is true with the evolution, there develops greater differentiation in the organs of society as also that of an individual. ഒരു വ്യക്തിയുടെ ശരീരഭാഗത്തിലെ അവയവങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുള്ളതുപോലെ സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന രൂപങ്ങളൊക്കെ മാറി പുതിയ രൂപത്തിലേക്ക് അത് മാറുന്നു. അത് തീർച്ചയായിട്ടും പരിണാമം അവിടെയും സംഭവിക്കുന്നു. ബട്ട് side by side, this differentiation
ദർ ഈസ് ഓൾസോ ഹാർമണി ബിറ്റ്വീൻ വേരിയസ് ഓർഗൻസ്. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വിവിധ ശരീരാവയവങ്ങൾ തമ്മിൽ വിവിധ ഓർഗൻസ് തമ്മിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടെന്നിരിക്കലും അവ തമ്മിൽ ഏകോപിതമായ ഒത്തൊരുമയോടുകൂടിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഹാർമോണിയുമുണ്ട് എന്ന് പറയാം. അതായത് ഈച്ച് ഓർഗൻ ഈസ് കോംപ്ലിമെൻ്ററി ടു ദ അതർ. ഓരോ അവയവവും മറ്റൊരു അവയവത്തിൻ്റെ പ്രവർത്തനത്തെ ഒത്തൊരുമയോടുകൂടി പൂർത്തിയാക്കുന്നു എന്നർത്ഥം. കോംപ്ലിമെൻ്ററി ആണ്, അഥവാ ഒന്നിൻ്റെ പ്രവർത്തനത്തെ മറ്റൊന്ന് കംപ്ലീറ്റ് ആക്കുന്നു. അതുകൊണ്ടാണല്ലോ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ദിസ് ഹോൾസ് ട്രൂ ബോത്ത് ഇൻ ദ ബോഡി ഓഫ് എ ലിവിങ് ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. ഇത് ഒരു മനുഷ്യജീവിയുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, സമൂഹത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി, ഇതിങ്ങനെ തന്നെയാണ്. ലോസ് ഓഫ് ആൻ ഓർഗൻ ഡസ് നോട്ട് നെസസറിലി റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരവയവം നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, എന്ന് വെച്ചിട്ടുണ്ടോ ആ ജീവി മരിക്കുന്നുണ്ടോ? മരിക്കണമെന്ന് നിർബന്ധമില്ല. സൊസൈറ്റി ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ ഈസ് ആൻ ഓർഗാനിസം. സമൂഹവും അതുപോലെ തന്നെ ഒരു ഓർഗാനിസവും ഇങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിൻ്റെ ഒരു ഓർഗനായിട്ടുള്ള ഭാഗം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പോരായ്മ ഉണ്ടാവും സമൂഹത്തിന്. പക്ഷേ എന്നുകൊണ്ട് സമൂഹം ഇല്ലാതാകുന്നില്ല. ഇറ്റ് ഈസ് എ ഫാക്ട് കോമൺ ടു ബോത്ത് ദാറ്റ് എ ലോസ് ഓഫ് സം ഓർഗൻസ് ഡസ് നോട്ട് നെസസറിലി റിസൾട്ട് ഇൻ ദ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു അവയവം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു ജീവിയുടെ ഡെത്തിൽ കലാശിക്കണമെന്നില്ല. ഇഫ് വൺ ഇൻഡിവിജ്വൽ ലൂസസ് ഹിസ് ഹാൻഡ് it does not necessarily mean that it may result in his death. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു അവയവം നഷ്ടപ്പെടുത്തുകൊണ്ട് ആ വ്യക്തി മരിക്കും എന്നൊന്നും നിർബന്ധമില്ല. സിമിലർലി അതുപോലെ തന്നെ ഇൻ സൊസൈറ്റി, സമൂഹത്തിൽ ലോസ് ഓഫ് എ പർട്ടിക്കുലർ അസോസിയേഷൻ, സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ്, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായി എന്നതുകൊണ്ട് സമൂഹം മരിക്കുന്നില്ല. ലോസ് ഓഫ് എ പർട്ടിക്കുലർ അസോസിയേഷൻ ഡസ് നോട്ട് നെസസറിലി മീൻ ദ ഡെത്ത് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റി അതോടുകൂടി ഇല്ലാതാകുന്നു എന്നൊന്നുമില്ല. ഇത് നമ്മൾ 5 പോയിൻറ്റ്സ് ഈ വ്യത്യാസങ്ങൾ നോക്കുകയാണ് ചെയ്തത്. അതായത് ഓർഗനും സൊസൈറ്റിയും, മനുഷ്യ ശരീരത്തിലെ ഓർഗാനിസവും അതുപോലെ തന്നെ സമൂഹവും എങ്ങനെയാണ് പരസ്പരം വ്യത്യാസങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് രൂപപ്പെടുന്നത് എന്നും എങ്ങനെയാണ് അവ സാമ്യപ്പെട്ടിരിക്കുന്നത് എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രോസസ്സ്, 6ാമത്തെ പ്രത്യേകത, പ്രോസസ്സസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ആർ സിമിലർ. ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ, ജീവിയുടെ കാര്യത്തിൽ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും സമൂഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും ഏതാണ്ട് സിമിലർ ആണെന്ന് പറയാം. അതായത് ജീവിയുടെ ശരീരത്തിനുള്ളിലൊരു രോഗകാരിയായ ഒരു വസ്തു കടന്നുകൂടിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കോശങ്ങളിൽ നിന്ന് അതിനെ നശിപ്പിക്കാനുള്ള ലൈസോസൈമുകൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ അതിനെ എൻഗൾഫ് ചെയ്ത് അവ പൊട്ടിത്തെറിച്ച് നശിക്കും എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് എലിമിനേഷൻ അല്ലെങ്കിൽ ഫോറിൻ ബോഡി എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിനകത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് സമൂഹത്തെ നിന്ന് യോജിക്കാത്ത കാര്യങ്ങൾ പുറമേ നിന്ന് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശക്തിയുക്തം എതിർക്കുന്ന നിലപാടുകളുമായിട്ട് സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. സോ അതായത് സമൂഹത്തെ ഇതേപോലെ തന്നെ നിരന്തരം ശുദ്ധി ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. സമൂഹത്തിലെ മീൻസ് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ ക്ലിയർ ചെയ്തുകൊണ്ട്, രക്തത്തെ ശുദ്ധി ചെയ്തുകൊണ്ട്, കാർബൺ ഡയോക്സൈഡിനെ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം ശുദ്ധി ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്ന പോലെയാണ് സമൂഹത്തിന് നിരന്തരം ശുദ്ധി ചെയ്യുന്ന പ്രോസസ്സും നടക്കുന്നുണ്ട്. നോക്കുക, അപ്പോൾ രീതികളായാലാണെങ്കിലും മനുഷ്യ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇനി ദർ ഈസ് അനദർ സിമിലാരിറ്റി ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലിവിങ് ഓർഗാനിസം. ഇതുകൂടാതെ വേറെയും ഒരു സാമ്യവും വ്യത്യാസവും നമുക്ക് പറയാൻ പറ്റും. അക്കോർഡിംഗ് ടു സ്പെൻസർ, ആസ് ദർ ആർ വേരിയസ് സിസ്റ്റംസ്, പല സിസ്റ്റംസ് ഉണ്ടല്ലോ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ, അതോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ എക്സ്ക്രിട്ടറി സിസ്റ്റം, വിസർജന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. സിമിലർലി ദർ ആർ വേരിയസ് സിസ്റ്റംസ് ഇൻ ദ സോഷ്യൽ ഓർഗനൈസം. സോഷ്യൽ ഓർഗാനിസത്തിലും വിവിധങ്ങളായ സിസ്റ്റംസ് ഉണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്, അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താനായിട്ട് ഇവിടെയുണ്ട്. ക്രിമിനലുകളെ പിടികൂടുവാനായിട്ട് നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമുള്ള അതോറിറ്റികൾ ഉണ്ട്. എക്സൈസ് വകുപ്പുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. ഇൻ സൊസൈറ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് എക്സെട്ര ഫുൾഫിൽ ദെയർ റെസ്പെക്റ്റീവ് റോൾസ്. മനുഷ്യ ശരീരത്തിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. രക്തക്കുഴലുകൾ ചില കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ വേറെ ലിംഫ് കുഴലുകൾ വേറെ ചില ലിംഫ് ദ്രവങ്ങളെ കൊണ്ടുപോകുന്നു അല്ലേ. ദ്രവം അല്ലാതെ ഹോർമോണുകൾ പ്രത്യേകിച്ച് കുഴലുകളില്ലാതെ ഒഴുകാൻ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്
സമൂഹ ശരീരത്തിലും സമൂഹത്തിലും ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസും കാര്യങ്ങളുമുണ്ട്. സമൂഹത്തിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ അതിനൊക്കെ വേണ്ടി ഓരോരോ ഭാഗങ്ങളുണ്ട്, നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ, അവയവങ്ങൾ അവരുടെ റെസ്പെക്റ്റീവായ റോൾസ് ചെയ്യുന്നു. ദസ് അങ്ങനെ സ്പെൻസർ ഹാസ് ഷോൺ സിമിലാരിറ്റി ബിറ്റ്വീൻ എ ലിവിങ് ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. ഒരു ജീവിയും സമൂഹവും തമ്മിൽ സാമ്യവും വ്യത്യാസവും സ്പെൻസർ കാണിച്ചിരുന്നില്ല. എന്തൊക്കെയാണ് ഡിഫറൻസസ്? സ്പെൻസർ വാസ് നോട്ട് എ വൺ സൈഡ് തിങ്കർ. സ്പെൻസർ ഒരിക്കലും ഏകപക്ഷീയ ചിന്താഗതിക്കാരനല്ല. അദ്ദേഹം എല്ലാത്തിനെയും മാറി നിന്നുകൊണ്ട് യുക്തിസഹമായോ സബ്ജക്റ്റീവോ അല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് സ്വന്തം ചിന്താഗതികളോ ഇഷ്ടാനിഷ്ടങ്ങളോ നോക്കാതെ വസ്തുത എന്തോ അതിനെ കൃത്യമായി മാറി നിന്ന് പഠിക്കാൻ ശ്രമിച്ച ആളാണ്. ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ആളാണ്. ഹി വാസ് ഒബ്ജക്റ്റീവ് ഇൻ ഹിസ് ഔട്ട്ലുക്ക്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒബ്ജക്റ്റീവായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, വൈൽ ദർ ആർ സ്ട്രൈക്കിംഗ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എ ലിവിങ് ഓർഗാനിസം. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല സാമ്യങ്ങൾ നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുമെങ്കിലും സമൂഹവും വ്യക്തിയും തമ്മിൽ ദർ ആർ സർട്ടൻ ക്രൂഷ്യൽ ഡിഫറൻസസ് ഓൾസോ ബിറ്റ്വീൻ ദ ടു. ഇവ രണ്ടും തമ്മിൽ നിർണായകമായ ചില വ്യത്യാസങ്ങളുമുണ്ട്. വിച്ച് കനോട്ട് ബി ഓവർലുക്ഡ്. അത് കണ്ടില്ലെന്ന് വെക്കാനാവില്ല. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം. ഇനി ഡിഫറൻസസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഓർഗാനിസവും സൊസൈറ്റിയും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഒരു ഓർഗൻ്റെ ബോഡിയും അതാണ് ഓർഗാനിസ്റ്റമിക് തിയറി എന്ന് പറയുന്നത്. അടുത്തത് ദ പാർട്സ് ഓഫ് ദ ബോഡി ആർ വ്യത്യാസങ്ങളാണ്. ഒന്നാമത്തെ വ്യത്യാസം, ദ പാർട്സ് ഓഫ് ദ ബോഡി ആർ ഇൻകേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പിന് സാധ്യതയില്ലാത്തതാണ്. ബട്ട് പാർട്സ് ഓഫ് ദ സൊസൈറ്റി ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. പക്ഷേ സമൂഹത്തിൻ്റെ പാർട്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്പ്ലെയിനിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലിവിങ് ഓർഗാനിസം ആൻഡ് സൊസൈറ്റി. ഒരു ലിവിങ് ഓർഗാനിസവും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്പെൻസർ ഒബ്സർവ്സ് ദാറ്റ് വെറാസ് ദ വേരിയസ് ഓർഗൻസ് ഓഫ് ദ ബോഡി ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പിന് കഴിവുണ്ട് എന്നതുപോലെ തന്നെ സെയിം ഈസ് നോട്ട് ഇൻ ദ കേസ് വിത്ത് സൊസൈറ്റി. സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായി നിലനിൽപ്പില്ലാത്ത ഭാഗങ്ങളുമുണ്ട്, സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഭരണ സംവിധാനത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അന്വേഷണങ്ങളുടെയും ഒക്കെ സഹായത്തോടുകൂടി മാത്രമാണ് നിയമത്തിനും കോടതികൾക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണകൂടത്തിൻ്റെ പാർലമെൻറ്റിൻ്റെയും സഹായത്തോടുകൂടി മാത്രമാണ് മന്ത്രിസഭയ്ക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഒന്ന് മറ്റൊന്നുമായി കണക്റ്റഡാണ്. ദ വേരിയസ് പാർട്സ് ഓഫ് ദ സൊസൈറ്റി ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഉണ്ടാകും. എന്നാൽ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ഇൻഡിപെൻഡൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതേസമയം മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ ഹൃദയത്തിന് തനിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഹൃദയത്തിന് ശ്വാസകോശത്തു നിന്നുള്ള ഓക്സിജൻ തീർച്ചയായും ഹൃദയത്തിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അതുപോലെ തന്നെ ഹൃദയം മാത്രം നന്നായി പ്രവർത്തിക്കുകയും മറ്റ് അവയവങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ വെറാസ് ദ ലിംസ് ഓഫ് ദ ബോഡി ലൈക്ക് ഹാൻഡ്, leg etc. cannot be conceived to exist outside of the body. There is no such a difficulty in conceiving the independent existence of family, association etc. apart from society. നോക്കുക, കൈകൾ കാലുകൾ ശരീരത്തിൽ നിന്ന് പുറമേ സ്വന്തമായി തീരുമാനമെടുത്ത് ഓരോന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. കാരണം തലച്ചോറിൻ്റെ നീക്കങ്ങൾക്കനുസരിച്ചാണ് അതിന് പ്രവർത്തിക്കാനാവുക. എന്നാൽ അപ്പോൾ എന്താണ് പറഞ്ഞത്? The limbs of the body like hand, leg etc. cannot be conceived to exist outside of the body. ബോഡിയിൽ നിന്ന് മാറി സ്വന്തമായി ഓരോ പ്രവൃത്തി ചെയ്യാൻ കൈകൾക്കോ കാലുകൾക്കോ കഴിയില്ല. There is no such a difficulty in conceiving the independent existence of family. എന്നാൽ ഒരു ഫാമിലിയിലെ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസിന് ഇങ്ങനെയുള്ള തടസ്സമില്ല. അസോസിയേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസിന് അങ്ങനെയുള്ള തടസ്സമില്ല. സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം. ഇതാണ് മറ്റൊരു വ്യത്യാസമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പെൻസറുടെ ഈ തിയറി നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. എന്താണ് ചോദ്യം? എങ്ങനെയാണ് ക്രിട്ടിക്കലി ഡിസ്ക്രൈബ് ദ മോഡേണൈസേഷൻ തിയറി. മോഡേണൈസേഷൻ തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ സൊസൈറ്റി സ്വാഭാവികമായിട്ടും ഇവോൾവ് ചെയ്തു വന്നതാണ്. അതുപോലെ തന്നെ ഓർഗാനിസ്റ്റമിക് തിയറിയാണ് നമ്മൾ നോക്കുന്നതിനകത്തുള്ള. ഇനി
ഇവല്യൂഷൻ എങ്ങനെയാണ് നോക്കുക? സ്ട്രക്ചർ ബിക്കംസ് കോംപ്ലക്സ് വിത്ത് എവല്യൂഷൻ. അതായത് പരിണാമത്തിനനുസരിച്ച് ജീവിയുടെ ശരീരഘടന വളരെ സങ്കീർണമാകുന്നു. സൊസൈറ്റി സ്റ്റാർട്ട്സ് സിമ്പിൾ അറ്റ് വൺ സ്റ്റേജ്. ഒരു ഘട്ടത്തിൽ സൊസൈറ്റി തുടക്കം കുറിക്കുന്നത് ലളിത ശരീരത്തിൽ നിന്നാണെങ്കിൽ ഈച്ച് ഇൻഡിവിജ്വൽ ഡസ് ഓൾ വർക്ക്. അതായത് ആ സമൂഹത്തിലെ ഓരോ വ്യക്തി എല്ലാ ജോലിയും ചെയ്യുന്ന രീതിയിൽ അയാളുടെ ഭക്ഷണവും വസ്ത്രവും അയാൾ തന്നെ നോക്കുന്നു. ആ സൊസൈറ്റി ഗ്രോസ് ഫങ്ഷൻ ബിക്കം സ്പെഷ്യലൈസ്ഡ്. എന്നാൽ സമൂഹം വളരുമ്പോൾ ഓരോ അയാളുടെ വസ്ത്രം ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് വസ്ത്ര നിർമ്മാതാക്കൾ, അയാൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ, ഡെലിവറി ചെയ്യുന്ന വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഫുഡ് ഡെലിവറി സെൻറ്ററുകൾ ഒക്കെ വരുന്നു. അത് ഇന്ന് സമൂഹം അങ്ങനെ ആയിരിക്കുകയാണ്. സൊസൈറ്റി വളർന്നിരിക്കുന്നു, അതാണ് കാര്യം. അപ്പോൾ ഒന്നാമത് പറഞ്ഞെന്താണ്? എവല്യൂഷൻ സൊസൈറ്റിയിലുണ്ട്, ഓർഗാനിസത്തിലുണ്ട്. ഓർഗാനിസ്റ്റമിക് തിയറിയിൽ ഒരു പോയിന്റ്. രണ്ട്, ചേഞ്ച് ഇൻ സ്ട്രക്ചർ. അതിൻ്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്നു, അപ്പോൾ അത് അന്തിമമായി അതിൻ്റെ ഫംഗ്ഷനും മാറ്റം ഉണ്ടാകും. സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ സൊസൈറ്റി ഓർ ഓർഗാനിസം ലീഡ്സ് ടു ഫങ്ഷണൽ ചേഞ്ച്. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ച് അത് ഓർഗാനിസത്തിലാണെങ്കിലും ശരി, സൊസൈറ്റിയിലാണെങ്കിലും ശരി, അത് ഫങ്ഷണൽ ചേഞ്ചിന് കാരണമാകുന്നു. ഓക്കെ, അഗ്രികൾച്ചറൽ സൊസൈറ്റി ഉണ്ടായിരുന്നത് പിന്നീട് വ്യാവസായിക സമൂഹമാകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകളിലെ തൊഴിൽ, ജീവിത രീതി ഒക്കെ മാറിപ്പോകുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും മാറ്റം വരുന്നു. ഇനി അതിന് എക്സാമ്പിളാണ് പറയുന്നത് എങ്ങനെയാണ് സ്ട്രക്ചറൽ ചേഞ്ച്, എങ്ങനെയാണ് ഫങ്ഷണൽ ചേഞ്ചിന് കാരണമാകുന്നത് എന്നുള്ളത്. അതായത് ഘടനാപരമായ മാറ്റം എങ്ങനെയാണ് പ്രവർത്തനപരമായ മാറ്റത്തിന് കാരണമാകുന്നതെന്ന്. കാരണം പണ്ടൊരു കാലത്ത് വ്യാവസായിക ജീവിതം നയിച്ചിരുന്ന മനുഷ്യർ, പിന്നീട് എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ കാർഷിക ജീവിതം നയിച്ചിരുന്ന, ഗ്രാമീണ ജീവിതം നയിച്ചിരുന്ന മനുഷ്യർ പിന്നീട് വ്യവസായവൽക്കരണം വന്നപ്പോഴേക്കും എങ്ങനെയാണ് അവരുടെ ഘടന മാറി, സ്ട്രക്ചർ മാറി. അഗ്രികൾച്ചറൽ സെക്ടർ സ്ട്രക്ചർ എന്നുള്ള മാറിയിട്ട് അഗ്രേറിയൻ സെക്ടർ ഘടന എന്ന് മാറിയിട്ട് എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ ഇതിലേക്ക് മാറിയപ്പോൾ ദ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഫ്രം ആൻ അഗ്രേറിയൻ സൊസൈറ്റി ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തെ നമുക്ക് സ്ട്രക്ചറൽ ചേഞ്ച് എന്നാണ് വിളിക്കുക, ഘടനാപരമായ മാറ്റം എന്നാണ് വിളിക്കുക. അങ്ങനെ മാറുമ്പോഴേക്കും, അതായത് മൂവിങ് ഫ്രം ഫാമിലി ബേസ്ഡ് ഫാമിങ്സ് ടു, അതായത് കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും കൂടി ചേർന്ന് കൃഷി ചെയ്യുന്ന രീതിയിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും മാറിയപ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി വിൽ ലീഡ് ടു പ്രൊഫൗണ്ട് ഫങ്ഷണൽ ചേഞ്ചസ്. അത് ഗണ്യമായ പ്രവർത്തനപരമായ മാറ്റങ്ങളിലേക്ക് സ്വാഭാവികമായി നയിക്കും. സച്ച് ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്. പുതിയ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ ആ പട്ടണത്തിൽ ജോലിക്കാരുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് വരും. അതുപോലെ തന്നെ ജോലിക്കാർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ മക്കളെ നോക്കാനായിട്ട് ശിശു സംരക്ഷണ യൂണിറ്റുകൾ, ക്രഷകൾ തുടങ്ങും. ചേഞ്ചസ് ഇൻ ദ ഫാമിലി സ്ട്രക്ചർ, കുടുംബഘടനയിൽ മാറ്റം ഉണ്ടാവും. ആൻഡ് ന്യൂ ഇക്കണോമിക് ക്ലാസ്സസ്, പുതിയ എക്കണോമിക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഫങ്ഷൻസ് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ് വിത്ത് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഈ ഘടനാപരമായ മാറ്റങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നേരെയില്ല. സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹം പിന്നെയും കൂടുതൽ വ്യാവസായികമായും കൊമേഴ്ഷ്യൽ നഗരമായും ഒക്കെ, മെട്രോ നഗരമായും ഒക്കെ വളരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീടുകളിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രധാനമാണ്. ഡിഫറൻഷിയേഷൻ ആൻഡ് ഹാർമണി ഓഫ് ഓർഗൻസ്. ഇനി അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്, സമൂഹ ശരീരത്തിലുണ്ട്. ഇവയ്ക്ക് വ്യത്യാസവുമുണ്ട്. എന്നാൽ ഒത്തൊരുമിച്ച് ഏകോപനത്തിന് വേണ്ടി ഒരു ജീവിയുടെ പൂർണ്ണ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി അവയവങ്ങൾ പരമാവധി ഒരുമിച്ച് പ്രവർത്തിച്ച് അത് അയാളെ ഹാപ്പിയാക്കി നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നതുപോലെയാണ് സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള അസോസിയേഷനുകളും ഗ്രൂപ്പുകളും. ആ സമൂഹം എന്ന ശരീരത്തെ നന്നായി കെട്ടുറപ്പുള്ളതായി വളരെ ആഹ്ലാദകരമായി മുന്നോട്ട് നീങ്ങുന്നതിന് പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവല്യൂഷൻ കോസസ് ഡിഫറൻഷിയേഷൻ, അതായത് പരിണാമം വൈവിധ്യവൽക്കരണത്തിന് കാരണമാകുന്നു. സ്പെഷ്യലൈസേഷൻ ഓഫ് ഓർഗൻസ് ഇൻ സൊസൈറ്റി ആൻഡ് ഓർഗാനിസം. സൊസൈറ്റിയുടെയും അതെ, ഓർഗാനിസത്തിൻ്റെയും അതെ. ഇതാണ് മറ്റൊരു സാമ്യമായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞ പോയിൻ്റ് എന്താണ്? എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ഓർഗാനിസം. സൊസൈറ്റിയിലും ഓർഗാനിസത്തിലും ഇവല്യൂഷൻ സംഭവിക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്: എവല്യൂഷൻ ഹാപ്പൻസ് ഇൻ സൊസൈറ്റി ആൻഡ് ഓർഗാനിസം. അതായത് പരിണാമം
ഈ സമൂഹത്തിലും സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിയിലും സംഭവിക്കുന്നുണ്ട്. അതായത് എവല്യൂഷൻ ചെറിയ ലളിതത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സങ്കീർണതയിലേക്ക് അവസാനിക്കുന്നു, സിമ്പിളിൽ നിന്ന് തുടങ്ങിയിട്ട് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരുന്നു. സ്ട്രക്ചർ ബിക്കംസ് കോംപ്ലക്സ് ലേറ്റർ. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി വിൽ ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഫങ്ഷൻസ്. സ്ട്രക്ചറിലുണ്ടാകുന്ന മാറ്റം പ്രവർത്തനത്തിലും മാറ്റം ഉണ്ടാകുന്നു. മൂന്നാമത്തെ എന്താണ്? അവയുടെ വ്യത്യാസങ്ങൾ മാത്രമല്ല ഹാർമണിയും ഉണ്ടാകുന്നു, ഏകോപനവും സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അതിനൊരു ഉദാഹരണം പറയാം. ഇക്കണോമിക് സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുകൾ വിഭജിക്കാൻ തുടങ്ങി, തൊഴിൽ വിഭജനം സംഭവിച്ചു. അപ്പോൾ അത് കൂടുതൽ ഓരോരുത്തരും അവനവന് നന്നായി അറിയാവുന്ന തൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആകുന്ന രീതിയിലേക്ക് വ്യാവസായിക ലോകത്ത് മാറി. ഡിഫറൻഷിയേഷൻ ഉണ്ടായി. ഇൻ ഈച്ച് സൊസൈറ്റി എവരി വൺ മൈറ്റ് ഹണ്ട് ഓർ ഫാം ഫോർ ദെയർ ഓൺ സർവൈവൽ. ഏർലി സൊസൈറ്റീസിൽ അങ്ങനെയായിരുന്നു. ആദിമ മനുഷ്യൻ്റെ കാലത്ത് ഓരോരുത്തരും അവനവനുള്ള ഭക്ഷണം സ്വയം കണ്ടെത്തണമായിരുന്നു. ഭക്ഷണം കണ്ടെത്തുക അവൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അതുപോലെ തന്നെ അവന് വേണ്ടിയിട്ടുള്ള വസ്ത്രം ഉണ്ടാക്കുക അവൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. സമൂഹത്തിലും മറ്റാരുടെയും ഉത്തരവാദിത്തമല്ലായിരുന്നു. ഇതൊക്കെയാണ് ഏർലി സൊസൈറ്റീസിൻ്റെ. അവൻ്റെ സുരക്ഷ, അതിനുവേണ്ടി പോലീസൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സുരക്ഷ അവൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. അവൻ്റെ ഭക്ഷണം കണ്ടെത്തൽ, അവൻ്റെ സുരക്ഷ, അവൻ്റെ വസ്ത്രം, അവൻ്റെ ജീവിത സന്തോഷം കണ്ടെത്തൽ, ഇത് മുഴുവനും അവൻ്റെ ഉത്തരവാദിത്തമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വേറെ ആരൊക്കെയോ ഉണ്ട്. സമൂഹത്തിൽ പോലീസ് സംവിധാനങ്ങൾ വന്നു, അവൻ്റെ സുരക്ഷ, പട്ടാളം സംവിധാനങ്ങൾ വന്നു, രാജ്യഭരണം വന്നു, അഡ്മിനിസ്ട്രേഷൻ വന്നു. അതുപോലെ തന്നെ അവന് ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രങ്ങൾ അലക്കാനും തേച്ചു കൊടുക്കാനും വരെ സംവിധാനം വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ, ഇക്കണോമിക് സ്പെഷ്യലൈസേഷൻ അഥവാ തൊഴിലിൻ്റെ വിഭജനം, ഓരോരുത്തരുടെയും പ്രത്യേകം പണം കണ്ടെത്തുന്നതിലുള്ള പ്രത്യേകം തൊഴിലുകളിൽ ഓരോരുത്തർ ഏർപ്പെടുന്നതിനെയാണ് നമ്മളിവിടെ ഇക്കണോമിക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് അന്തിമമായി എന്ത് ചെയ്തു? തൊഴിൽ വിഭജനത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വരണേ. ഏത് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? ഡിഫറൻഷിയേഷൻ ഉണ്ട് സമൂഹത്തിലും, അതുപോലെ തന്നെ ഇതിലും. ഒരു അവയവത്തിൻ്റെ രീതിയല്ല, ഡിഫറൻഷിയേഷനാണ് തൊഴിൽ ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ along with the differentiation there is harmony. എന്നാൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഒത്തൊരുമയുണ്ട്, ഏകോപനമുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് ലോസ് ഓഫ് ആൻ ഓർഗൻ. ഒരു ഓർഗൻ നഷ്ടപ്പെട്ടു പോയാൽ ആ ജീവി മരിക്കുന്നില്ലാത്തതുപോലെ തന്നെയാണ് സമൂഹത്തിലെ ഒരു ഓർഗൻ നഷ്ടപ്പെട്ടു പോയാൽ സൊസൈറ്റി അൾട്ടിമേറ്റ് ആയിട്ട് ഇല്ലാണ്ടാവുന്നില്ല. The loss of an organ does not necessarily cause the death of an organism. അതായത് ഇതാണ് ഓർഗാനിക് തിയറി അല്ലെങ്കിൽ ഓർഗാനിസ്റ്റമിക് തിയറി എന്ന് പറയുന്നത്. കമ്പയറിങ് സൊസൈറ്റി ടു എ ലിവിങ് ഓർഗാനിസം. എക്സാമ്പിളായിട്ട് പറഞ്ഞ ഏതാണ്? ലൂസിങ് എ ഹാൻഡ്, ഒരു കൈ നഷ്ടപ്പെട്ടു. ഡെത്തിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെത്തിൽ അത് കലാശിക്കണമെന്നില്ല. ലോസ് ഓഫ് ആൻ അസോസിയേഷൻ, സമൂഹത്തിലെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സംഘടന, ഒരു ക്ലബ്ബ്, അത് ഇല്ലാണ്ടായിപ്പോയി എന്നുകൊണ്ട് സമൂഹം മരിക്കുന്നുണ്ടോ? സമൂഹ ശരീരം മരിക്കുന്നില്ല. അഞ്ചാമത് പോയിന്റ് പ്രോസസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. സമൂഹത്തിലുണ്ടാകുന്ന ഓർഗനൈസേഷൻ്റെ പ്രോസസ്സുകളും രീതികളുമാണ് ഏതാണ്ട് സാമ്യമുള്ളതാണ്. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതുപോലെ സൊസൈറ്റിയിലും ഉണ്ട്. ഈ സിസ്റ്റംസ് പെർഫോം സ്പെസിഫിക് റോൾസ് ഫോർ ഇഫക്റ്റീവ് ഫങ്ഷനിങ്. ഈ സിസ്റ്റംസ് ഇഫക്റ്റീവായി ഫങ്ഷൻ ഒത്തൊരുമയോട് പ്രവർത്തിച്ചുകൊണ്ട് അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നു. ദെൻ അവസാനമായിട്ട് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലിവിങ് ഓർഗാനിസം. സമൂഹവും ലിവിങ് ഓർഗാനിസവും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് എന്ന് സ്പെൻസർ പറയുന്നു. അതായത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ സിമിലാരിറ്റീസ് ഉണ്ട്. എന്താണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ സിമിലാരിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന? ഘടനാപരവും പ്രവർത്തനപരമായിട്ട് ചില സാമ്യങ്ങളുണ്ട്. സൊസൈറ്റി ഈസ് കമ്പയർഡ് ടു ആൻ ഓർഗാനിസം. സമൂഹം ഒരു ഓർഗാനിസത്തോട് ഉപമിക്കപ്പെടുന്നു. വിത്ത് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റംസ്. സ്പെഷ്യലൈസ്ഡ് സിസ്റ്റംസ് അതിനകത്തുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഓർഗാനിസം. സമൂഹവും ഓർഗാനിസവും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട് എന്നും സ്പെൻസർ പറയുന്നു. ഇതിനെ ഓർഗാനിക് അനലോജി ഓർ ഓർഗാനിക് തിയറി ഓഫ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് വേറെ വേറെ പറയുക, അതുപോലെ തന്നെ സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേറെ പറയുക. ഇതാണ് പോയിൻ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ സൊസൈറ്റി ഫോം എ ഡിസ്ക്രീറ്റ് ഹോൾ. സൊസൈറ്റിയുടെ പല ഭാഗങ്ങൾ ഒരു മൊത്തത്തിലുള്ള സമഗ്രതയാണ് രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് പാർട്സ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ഫോം എ കോൺക്രീറ്റ് ഹോൾ. ഒരു ജീവിയുടെ പല പല അവയവങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു പൂർണ്ണ ജീവിയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഒരു കാര്യം. പാർട്സ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ഫോം എ കോൺക്രീറ്റ് ഹോൾ ആണെങ്കിൽ
ഇത് ഉണ്ടാകുന്നത് എന്താണ്? പാർട്സ് ഓഫ് എ സൊസൈറ്റി ഫോം എ ഡിസ്ക്രീറ്റ് ഹോൾ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമാണ്. എന്താണ്? ഒന്ന് ഓരോ അവയവങ്ങളും ചേർന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു കോൺക്രീറ്റ് ഹോളാണ് ഉണ്ടാകുന്നത്. ഒരു ജീവി എന്ന് പറയുന്ന പൂർണ്ണ ജീവിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഹൃദയം ഒറ്റയ്ക്ക് എടുത്ത് നോക്കിയാൽ ജീവിയുടെ സമഗ്രത നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കില്ല. കയ്യോ കാലോ ഒറ്റയ്ക്ക് കിട്ടിയാലും നമുക്ക് ജീവിയുടെ സമഗ്രത കണ്ടു മനസ്സിലാക്കാൻ സാധിക്കില്ല. തൊട്ടറിയാനും കണ്ടറിയാനും കഴിയുന്ന ഒരു ജീവി കോൺക്രീറ്റ് ഹോൾ ആകുന്നത് പല അവയവങ്ങൾ ചേർന്ന് അന്തിമമായി എല്ലാത്തിനെയും ചേർത്ത് ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റായി കാണുമ്പോൾ മാത്രമാണ് ഓർഗാനിസം എന്ന ആശയത്തിന് അർത്ഥമുള്ളൂ. എന്നാൽ സൊസൈറ്റി ഇതിൻ്റെ പല പാർട്സും എന്ത് ചെയ്യുന്നു? ഓരോന്നും വേർതിരിഞ്ഞ് കിടക്കുന്ന, എന്നാൽ അവയൊക്കെ കൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് നോക്കി കാണേണ്ടി വരും. ഡിസ്ക്രീറ്റ് ഹോളാണ്. നോ സോഷ്യൽ മൈൻഡ് ഓർ കളക്ഷൻ. അതാണത്. സൊസൈറ്റിക്ക് സോഷ്യൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇല്ല, കളക്റ്റീവ് മൈൻഡ് ഇല്ല, കളക്റ്റീവ് കോൺഷ്യസ്നസ് ഇല്ല, കൂട്ടായ മനസാക്ഷിയില്ല എൻ്റയർ സൊസൈറ്റിക്ക് എടുത്ത് നോക്കിയാൽ. എന്നാൽ ഒരു ജീവിയെ സംബന്ധിച്ച് ആ ജീവിയുടെ ഉള്ളിലുള്ളൊരു മനസാക്ഷി, അല്ലെങ്കിൽ സുബോധം ഒക്കെ ഉണ്ട്. അവൻ്റേതായ ചിന്താഗതികളും മറ്റുമൊക്കെയാണ്. അവൻ്റെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ഉണ്ട്. അത് അവൻ്റെ ആ മനുഷ്യ ശരീരത്തിനുള്ളിൽ തീർച്ചയായിട്ടും അഗ്രഗേറ്റ് ആയിരിപ്പുണ്ട്. സമൂഹത്തിൻ്റെ കാര്യത്തിൽ ഓൾ എക്സിസ്റ്റ് ഫോർ ദ ഗുഡ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഈ സമഗ്ര ശരീരം എന്തിനാണ്? ഓരോ സമൂഹ ശരീരവും നിലനിൽക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. എന്നാൽ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആ മനുഷ്യൻ അതിൻ്റെ ഹൃദയത്തിനും ഓരോന്നിനും വേണ്ടിയല്ല നിലകൊള്ളുന്നത്. അതിൻ്റെ ഹൃദയവും കിഡ്നിയും മറ്റ് അന്തരാവയവങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ മനുഷ്യൻ്റെ നന്മയ്ക്ക് നിലനിൽപ്പിനും വേണ്ടിയിട്ട് കിടന്നവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യാസങ്ങളിങ്ങനെ പലരുണ്ട്. സ്റ്റേറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആക്ഷൻ. സൊസൈറ്റിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ്, ഭരണകൂടം അല്ലേ, സ്വന്തമായി ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഒരു അവയവത്തിനും സ്വന്തമായി ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ സൊസൈറ്റിയുടെ കാര്യത്തിൽ നോക്കുക, ഭരണകൂടത്തിന് സ്വന്തമായി ആക്ഷൻ എടുക്കാൻ സാധിക്കും. ഇനി പ്രോഗ്രസ്. സൊസൈറ്റിയുടെ കാര്യത്തിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഹെട്രോജനിയസ് ആണ്. എന്ന് വെച്ചാൽ പല വ്യത്യസ്തമായ രീതിയിലാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഒരു തരത്തിലല്ല, പല തരത്തിലാണ്. എന്നാൽ പ്രോഗ്രസ് ഒരു ഒത്തൊരുമയ്ക്കുമാണ്, കൊഹറൻസും ഉണ്ട്. ഇനി എന്നാൽ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. പുരോഗതി എന്ന് പറയുന്നത് സമാനമായ രീതിയിലുള്ള പുരോഗതിയാണ്. എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ ഒരു സമയത്ത് രൂപം കൊള്ളുകയും ഒരുപോലെ പ്രായമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവ തമ്മിൽ ഒരു കൊഹറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് എന്താണ്? സാമ്യങ്ങളാണ്. ഈ ഓർഗാനിക് അനലോജി അല്ലെങ്കിൽ ഓർഗാനിക് തിയറി ഓഫ് സൊസൈറ്റി പറയുന്നതനുസരിച്ച് കുറേ സാമ്യങ്ങളുമുണ്ട് മനുഷ്യ ശരീരത്തിനും അതുപോലെ സൊസൈറ്റിക്കും തമ്മിൽ, ഓർഗാനിസത്തിനും സൊസൈറ്റിക്കും തമ്മിൽ സാമ്യങ്ങളുമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ്സ് ഡിസ്കസ് ചെയ്യായിരുന്നു. ഇൻഡിപെൻഡൻസ് ഓഫ് പാർട്സ് എന്ന പോയിന്റാണ്. ബോഡി പാർട്സ് കാനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ശരീരഭാഗങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനാവില്ല. ഓർഗൻസിന് എപ്പോഴും ശരീരം ആവശ്യമാണ്. സോഷ്യൽ പാർട്സ്, സാമൂഹ്യ ഭാഗങ്ങൾ, അതായത് ഫാമിലി, അസോസിയേഷൻ എക്സെട്ര ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതിനൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഓൾ സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, പ്രവർത്തിക്കാം, അവരുടെ ഒക്കെ ജീവിതം തുടരാം. ഇനി സ്പെൻസറുടെ കാഴ്ചപ്പാടാണ്. ഹി നോട്ടഡ് ക്രൂഷ്യൽ ഡിഫറൻസസ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഇഗ്നോർഡ്. നിർണായകമായ ചില വ്യത്യാസങ്ങൾ സമൂഹവും ഓർഗാനിസവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടെന്നും അത് ഒഴിവാക്കാൻ പാടില്ല എന്നും കൂടി സ്പെൻസർ നോട്ട് ചെയ്തു. ഹി എംഫസൈസ്ഡ് ദ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഓർഗൻസ് ആൻഡ് ഓർഗാനിസം. സൊസൈറ്റി, ഓർഗൻ, ഓർഗാനിസം ഇവ മൂന്നും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും അദ്ദേഹം വിശകലനം ചെയ്തു എന്ന് പറയാം. അതായത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചർ പതിയെ പരിണമിച്ചുണ്ടായതാണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതായത് അതിൻ്റെ ഘടനയും ഫങ്ഷനും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷിയേഷൻ ആൻഡ് ഹാർമണി, ഒരു വശത്ത് കൂടെ വ്യത്യാസമുണ്ട് അല്ലേ, എന്നാൽ സമാനമായ ഒത്തൊരുമയും നമുക്ക് കാണാൻ കഴിയും. അതായത് എവല്യൂഷൻ ഇൻക്രീസസ് ഡിഫറൻഷിയേഷൻ. എവല്യൂഷൻ വൈവിധ്യാത്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം. ഇനി ഹാർമണി എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് മനുഷ്യ ശരീരത്തിലെ കാര്യം മാത്രം എടുത്ത് നോക്കുക. ഹാർമണി ഉണ്ട്, വിവിധ അവയവങ്ങൾ കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ദ വർക്ക് ഓർഗൻസ് വർക്ക് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. ദർ ഈസ് ഹാർമണി ആൻഡ് നോ കോൺഫ്ലിക്റ്റ് ഈസ് സീൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ഓർ ഓർഗനിസം. ഇഫക്റ്റ് ഓഫ് ഓർഗൻ ലോസ്. ഓർഗൻ ലോസിൻ്റെ ഇഫക്റ്റ് എന്താണ്?
ലോസ് ഓഫ് ആൻ ഓർഗൻ ഡസ് നോട്ട് നെസസറിലി കോസ് ഡെത്ത് ഓഫ് ദി ഓൾ ഓർഗാനിസം. ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അത് ആ ജീവി മൊത്തമായി മരിക്കണം എന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ, ലൂസിങ് എ ഹാൻഡ്, കൈ നഷ്ടപ്പെട്ടാൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡെത്താണ് എന്ന് പറയുന്നത്. ലൂസിങ് ആൻ അസോസിയേഷൻ, സൊസൈറ്റിയുടെ ഡെത്താണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ പ്രോസസ്സാണ്. സൊസൈറ്റി ആൻഡ് ഓർഗാനിസംസ് ഹാവ് സിമിലർ സിസ്റ്റംസ്, സർക്കുലേറ്ററി സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ, പ്രൊഡക്ഷൻ തുടങ്ങിയവയൊക്കെ ഇതിനെല്ലാത്തിനും ഉണ്ട് എന്നും പറയുന്നു. ഇനി അങ്ങനെ സിമിലറായ സിസ്റ്റംസ് സമൂഹത്തിനുമുണ്ട്, ഓർഗനൈസേഷനും ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. സ്പെൻസറുടെ സിമിലാരിറ്റീസ് നമ്മൾ കണ്ടു. സൊസൈറ്റിയും ഓർഗാനിസവും തമ്മിലുള്ള വ്യത്യാസം. സ്പെൻസർ കുറേ ഡിഫറൻസസ് കണ്ടു. പാർട്സിൻ്റെ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ implication. This independence is a key difference between biological organism and sociological organism.